ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതിനെ സൗണ്ട് എക്സ്ക്യൂസ് ചെയ്യുക, ജലദോഷമൊക്കെ ആയതുകൊണ്ട് സൗണ്ട് കുറച്ച് പ്രോബ്ലത്തിലാണ്. അപ്പം എന്നാലും ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇത് സത്യത്തില് ഒരു ഇൻഫോർമേഷൻ തരുന്ന, നമ്മളെപ്പോഴും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ചാനലിൽ കൂടെ സംസാരിക്കുക എന്നതിലുപരി നമുക്ക് ചിന്താവണ നമ്മളൊരു ചെറിയൊരു റൂമർ കേൾക്കുന്നു, അല്ലെങ്കിൽ ചില ന്യൂസ് അവിടെ നിന്ന് കേൾക്കുമ്പോൾ അതും കൂടി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കാരണം എനിക്കൊന്ന് കമന്റിൽ നല്ല രീതിയിലുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട് അധിക വീഡിയോന്റെ താഴെ. സോ അത് നല്ല ഒരു കാര്യമാണ്, സന്തോഷമുള്ള കാര്യമാണ്. സോ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു ചെറിയ ന്യൂസ് ഒരു റൂമർ ആയിട്ടാണ് കേൾക്കുന്നത്. ആം, കേട്ട സോഴ്സ് ഒന്നും അത്ര ഒത്തന്റിക് സോഴ്സ് ഒന്നും അല്ല. എന്നാൽ ആ റൂമർ കേട്ടപ്പം അതൊരു സാധ്യത ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നത്. ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം. കാരണം പൃഥ്വിരാജും മുരളി ഗോപിയും പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂസിഫറിന്റെ സീക്വൽ ആണ് ടെക്നിക്കലി എമ്പുരാനെങ്കിലും, ബട്ട് ഇറ്റ് മോർ ഓഫ് എ പ്രീക്വൽ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എമ്പുരാനിൽ കാണാൻ പോകുന്നത് ലൂസിഫർ അവസാനിച്ചതിന് ശേഷമുള്ള കഥയല്ല. ഐ മീൻ അത് അതിലുണ്ട്. എമ്പുരാനിൽ എന്തായാലും ലൂസിഫർ ശേഷം, ലൂസിഫർ എവിടെയാണോ എൻഡ് ചെയ്തത് അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്തായാലും. ബട്ട് കുറച്ച് കൂടുതലായിട്ട് അതിന് മുമ്പുള്ള പാസ്റ്റ് ലൈഫ് ആണ് എന്നാണ് കേൾക്കുന്ന വിവരവും അവർ പറഞ്ഞതനുസരിച്ച് അങ്ങനെ തന്നെയാണ്. കാരണം എബ്രാം ഖുറേഷി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ എബ്രാം ഖുറേഷി ആയി, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം, പിന്നെ നമ്മൾ ക്യാരക്ടർ പോസ്റ്റേഴ്സ് റിവീൽ ചെയ്തപ്പോൾ അതിൽ ഓൾറെഡി സയ്യിദ് മസൂദിന്റെ ഫാമിലി, ഈ സയ്യിദ് മസൂദിന്റെ പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന്റെ ചൈൽഡ് ആർട്ടിസ്റ്റിനെ റിവീൽ ആയി. സോ അതിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ചെറുപ്പകാലം മുതൽ വളർന്നു വരുന്ന ഒരു സ്റ്റേജ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് എമ്പുരാനില്. അപ്പൊ സയ്യിദ് മസൂദിന്റെ ഈ ഒരു സീൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എബ്രാം ഖുറേഷിന്റെ അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു യങ്ങർ ഏജും ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മൾ ടീസറിൽ കാണിച്ച ഒരു ഷോട്ടിൽ നമ്മളത് പ്രണവമാണ് സ്റ്റീഫന്റെ ചെറുപ്പകാലം അഭിനയിക്കുന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അതൊരു സർപ്രൈസ് ആയിട്ട് ഇതിൽ ഒരുപാട് സർപ്രൈസ് സ്റ്റിൽ ഉണ്ട് മൂവി എമ്പുരാനില്. അതിൽ ഇതൊരു സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ടീനേജ് എന്തായാലും ഉണ്ടാവും, പക്ഷെ എന്നാൽ അതിന് ശേഷമുള്ള, കാരണം ഇപ്പൊ ഡിസ്കഷൻ ഞാൻ കേട്ട റൂമർ എന്താ വെച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ കേട്ട ചിരി വരും. അത് റൂമറിൽ പറയുന്നത് വെച്ചാല് അവര് അത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ പരിചയമുള്ള ഒരു ചാനലിലേക്ക്, യൂട്യൂബ് തന്നെ ഒരു ചാനലാണ്. പക്ഷെ അതൊരു ഒതന്റിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം അവരുടെ ഹിസ്റ്ററി ഒക്കെ നോക്കിയപ്പോ പോലും. എന്നാൽ പോലും ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. കാരണം ഇതിൽ പറയുന്നത് വെച്ചാല് എബ്രാം ഖുറേഷിന്റെ യങ് ഏജ് ഉള്ള ക്യാരക്ടർ വരുന്നുണ്ട്. അത് ചെയ്യുന്നത് ഒരു സൂപ്പർ സ്റ്റാർ ആണ്, അത് ചെയ്യുന്നത് നമ്മുടെ ഉണ്ണിമുകുന്ദനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ്. എനിക്കത് തീരെയും വിശ്വാസയോഗ്യമായിട്ട് തോന്നിയില്ലെങ്കിലും അതിനൊരു ചാൻസ് ഇല്ല എന്നുള്ളൊരു തോന്നുന്നു. കാരണം ഇപ്പൊ ഉണ്ണിമുകുന്ദനല്ല, ആരാണെങ്കിലും ഇപ്പം ഒരു 20 to 30 years ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എബ്രാം ഖുറേഷിയുടെ, സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അങ്ങനെ ഒരു ക്യാരക്ടർ സിനിമയിൽ എമ്പുരാനിൽ ഉണ്ടെങ്കിൽ അതൊരിക്കലും ലാലേട്ടൻ ചെയ്യാൻ പോകുന്നില്ല എന്തായാലും. അതൊരു വലിയ ആക്ടറിനെ, നമുക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഒരു ആക്ടർ ചെയ്യാനുള്ള ചാൻസ് അതിൽ കൂടുതലുണ്ട്. അങ്ങനെ ഒരു പോർഷൻ ഉണ്ടെങ്കിൽ ഈ സിനിമയിൽ മേ ബി ഇപ്പൊ ഒരു ടീനേജ് വരെ കാണിച്ചിട്ട് 15 വയസ്സ് വരെ കാണിച്ചിട്ട് വേണമെങ്കിൽ നേരെ എങ്ങനെ വേണമെങ്കിൽ സംഭവിക്കാമല്ലോ സിനിമയിൽ. ബട്ട് കുറച്ച് ബ്രീഫ് ആയിട്ടാണെങ്കിൽ പോലും പൃഥ്വിരാജ് പറഞ്ഞത് ഓർമ്മയുണ്ട്, സയ്യിദ് മസൂദിന്റെയും എല്ലാവരുടെയും പഴയ കാലം കാണിക്കുന്നുണ്ട്. ഇങ്ങനൊരു ടോപ്പിക് കേട്ടപ്പം നിങ്ങൾക്ക് അതിൽ എന്താ തോന്നുന്നത് അറിയാം. കാരണം എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്, ഇങ്ങനൊരു സംഭവം ഒരു ക്യാരക്ടർ ഇത് വരുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടൻ ചെയ്യാൻ എന്തായാലും ചാൻസ് ഇല്ല. അപ്പൊ അത് ആര് ചെയ്യാം? അത് ഈ ഒരു ന്യൂസ് കേട്ടപ്പോ എനിക്കത് എത്രത്തോളം അതിനൊരു സാധ്യത ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കാത്ത പറഞ്ഞാല്, ഉണ്ണിമുകുന്ദൻ ലാലേട്ടന്റെ ഈ ഒരു ഏജില് ഒരു റോള് ചെയ്യാനുള്ള ചാൻസസ് വളരെ വിരളമാണ്. വളരെ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ? മാത്രല്ല അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും. അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും തോന്നുന്നില്ല. പക്ഷേ ഇതിന്റെ കൂടെ സായ് കുമാർ, നമ്മളെ എമ്പുരാനിലും ലൂസിഫറിലൊക്കെ ഉള്ള നമ്മുടെ സായ് കുമാറിന്റെ ഒരു റീസെന്റ് നടന്ന ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ബോളിവുഡ് ആക്ടേഴ്സിന്റെ ഒക്കെ മികച്ച പ്രകടനം ഈ സിനിമയിൽ ഉണ്ടെന്ന്. എനിക്ക് തോന്നുന്നു ബോളിവുഡിൽ സർപ്രൈസിംഗ് ആയിട്ട് നമ്മൾ കാണാൻ പോകുന്ന ആക്ടേഴ്സ് ഇതിൽ ഇനിയുണ്ട്. സോ അവരൊക്കെ ചെയ്യാൻ പോകുന്ന റോൾ എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇബ്രാഹിം ഖുറേഷിന്റെ ഈ ഒരു ഏജ് പ്ലേ ചെയ്യാൻ വേറൊരു ആക്ടർ ഇതിൽ വരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അത് വേണമെങ്കിൽ ഒരു സാധ്യത ചെറിയ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ, പക്ഷെ ഉണ്ണിമുകുന്ദൻ പോലൊരു ആക്ടർക്ക് അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ എപ്പോഴും എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആസ് എ ഓഡിയൻസ് പോലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. കാരണം നമ്മൾ ലാലേട്ടനെ മാത്രം കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. സോ ഇത്ര വലിയൊരു ആക്ടർ അതിലേക്ക് വന്നാൽ അത് എത്രത്തോളം നമുക്ക് ഡൈജസ്റ്റ് ആവും എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട്. എനിക്ക് ഇപ്പൊ ലാലേട്ടന്റെ ഒരു അഴിഞ്ഞാട്ടം കാണാൻ തന്നെയാണ് അതിൽ നമ്മൾ ഈ എമ്പുരാൻ കാണാൻ പോകുന്നത്. അങ്ങനെ വരുന്ന ഓഡിയൻസിന് മേ ബി അതൊരു ഒരു കല്ലുകടിയായിട്ട് തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതില്. സോ ഞാൻ എന്റെ മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ ഈ ബജറ്റും നമ്മളെ കളക്ഷന്റെ ഒക്കെ ഒരു കൺസേണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിലും ഈ ഒരു ചാനൽ ആ ഒരു സോഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ എന്താ വെച്ചാല്, അവർ പറയുന്ന റീസൺ ഒക്കെ ഇതാണ്. കാരണം ലാലേട്ടൻ ഈസ് എ ഗുഡ് ആക്ടർ, ബട്ട് അദ്ദേഹത്തിന് ഒരു നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിലേക്ക് പുള്ള ചെയ്യാനുള്ള ആ ഒരു ലുക്ക്, അതായത് എന്താ പറയാ, ആ ഒരു ഫിസിക് ഒന്നും ഇല്ല. ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരു ഒരാൾ വന്നാൽ മാത്രമേ നമുക്ക് നോർത്ത് ഇന്ത്യൻ ഓഡിയൻസിന് കിട്ടുന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ
ഇതിൽ ഞാൻ വായിച്ചു. അതിനോട് അത് എത്രത്തോളം സത്യസന്ധമാണ്, അത് ഭയങ്കര ബുൾഷിറ്റാണ് എനിക്ക് തോന്നിയത് ആ വായിച്ച സത്യം പറഞ്ഞാല്. എന്തായാലും ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ഡൗട്ടും ഒരുപാട് കാര്യങ്ങളും ഈ സിനിമയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരുപാട് എക്സൈറ്റ്മെന്റും ഉണ്ട്. കാരണം എന്തൊക്കെയാണ് ഇനി വരാനുള്ളത് എന്നുള്ളത്. സോ ട്രെയിലർ നമ്മൾ പ്രോബബ്ലി മാർച്ച് 15 തന്നെയാണ് കൺഫേം ആയി നിൽക്കുന്നത്. സോ നമുക്കിനി ട്രെയിലർ വന്നാലേ കുറച്ചും കൂടി കൂടുതൽ നമ്മൾ ഈ കണ്ടതൊന്നുമല്ല, അതിനേക്കാളും കുറച്ച് കൂടുതൽ നമുക്ക് കാണാനും അറിയാനും പറ്റുള്ളൂ. കാരണം ട്രെയിലർ ഇറങ്ങുന്നതോട് കൂടി സംഭവിക്കുന്ന വേറെ കാര്യം, എനിക്ക് ഞാൻ എന്താ പറയാ, നമുക്ക് ഈ ഒരു സിനിമ സത്യത്തിൽ ഭയങ്കര നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ഉറപ്പായിട്ടും വ്യക്തമായ പ്ലാൻ പൃഥ്വിരാജിന് ഉണ്ടാവുന്ന ഉറപ്പാണ്. അവർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇനി 2 ആഴ്ചയേ ഉള്ളൂ. കാരണം ഇത് ഗംഭീരമായ രീതിയിൽ എല്ലാ ലാംഗ്വേജിലും പോയി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്തിട്ട് അവിടെ ഇറക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്ന വലിയൊരു കളക്ഷനും, കാരണം ഇത് ഡിസേർവ് ചെയ്യുന്ന മൂവിയാണ്. എനിക്ക് ഈ സിനിമ, കാരണം അതാണ് ഒരു സങ്കടം. നമ്മളെ ഓൾറെഡി നിങ്ങൾ ആലോചിച്ചു, എനിക്ക് ഭയങ്കര സങ്കടം എന്ന് വെച്ചാൽ നമ്മളെ വേൾഡ് ക്ലാസ് ആക്ടർ ആയിട്ടുള്ള ലാലേട്ടനെ അറിയാത്തവരുമായ ഒരുപാട് പേര് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട്. അതൊക്കെ അതന്നെ ഒരു വലിയ സങ്കടമായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ മലയാളത്തിൽ നിന്ന് ഇത്ര വലിയൊരു സിനിമ വന്നിട്ട് അത് വേണ്ട രീതിയിൽ ഇന്ത്യ മുഴുവൻ റീച്ച് ആയില്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഒരു സങ്കടം തരുന്ന കാര്യത്തിൽ. സോ അവരെ മാർക്കറ്റിംഗ് പ്രൊമോഷൻ ഒക്കെ ഗംഭീരമായിട്ട് നടക്കുന്നുള്ള പ്രതീക്ഷ എപ്പോഴും ഉണ്ട്. അത് തുടങ്ങാൻ ഓൾറെഡി ടൈം ആയിട്ടുണ്ട്. സോ അതിനോട് ഏറ്റവും വലിയൊരു റീസൺ എന്താ വെച്ചാൽ അതിന് ഏറ്റവും വലിയൊരു തുടക്കമായിരിക്കും ഈ ട്രെയിലർ ഇറങ്ങിയാൽ. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. കാരണം ട്രെയിലർ ഇറങ്ങി അതിന് ഒരു വേറെ നമ്മളെ ഇന്ത്യയിലുള്ള ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലത്തെ ആക്ടേഴ്സ് ഒക്കെ ഉള്ളത് നമ്മൾ ട്രെയിലറിൽ കാണിക്കുകയാണെങ്കിൽ അത് ഒരു വലിയൊരു ഇതാണ്. കാരണം പ്രതീക്ഷിക്കാത്ത ആക്ടേഴ്സ് ഭയങ്കര അവിടെ ഓരോരോ ഇൻഡസ്ട്രിയിലും അവിടുത്തെ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ഒക്കെ ഇതിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ അവിടുത്തെ ഒരു പുള്ള്, അതായത് ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ ആ ഒരു റീജിയനിൽ ഫിലിം റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു തിയേറ്ററിലേക്കുള്ള ഒരു പുള്ളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇനി വെയിറ്റ് ചെയ്യുന്നത് ട്രെയിലറിലും എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഇവരെ എമ്പുരാന്റെ പ്രൊമോഷൻ നടക്കാൻ പോകുന്നുള്ളതാണ്. അപ്പൊ ട്രെയിലറിൽ ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ കിട്ടും. ഞാനിപ്പോ നേരത്തെ ഈ വീഡിയോ ചെയ്യാൻ കാരണമായ ഈ ഒരു മാറ്റർ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയി അറിയിക്കുക. കാരണം എബ്രാം ഖുറേഷിന്റെ ഒരു യങ് ഏജ് പ്ലേ ചെയ്യാൻ ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമോ, അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് വന്നാൽ എത്രത്തോളം അത് മോശമോ നല്ലതോ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാൽ കമന്റ് അയക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.